അർശോദ്ധികാരം എന്ന അധ്യായത്തിൻ്റെ തുടർച്ച. രണ്ടാമത്തെ വോയിസ് ക്ലിപ്പാണിത്. ഒന്നാമത്തെ വോയിസ് ക്ലിപ്പിൽ മോരിൻ്റെ പ്രയോഗത്തെപ്പറ്റി പറഞ്ഞു. അതിനെ തുടർന്ന് 12 യോഗങ്ങളെ പറയുന്നു. ചെറുതിപ്പലിയും കടുക്കയും നെയ്യ് പുരട്ടി വറുത്തു പൊടിച്ച് ശർക്കരയിൽ സേവിക്കുന്നതും, ചെറുതിപ്പലി, കടുക്കാത്തോട്, തൃകോൽപ്പക്കൊന്ന, നാഗദന്തി വേര് ഇവയെല്ലാം കൂടി പൊടിച്ച് അപ്രകാരം സേവിക്കുന്നതും വായുവിൻ്റെ അനുകൂല ഗതിയെ ഉണ്ടാക്കുന്നതാകുന്നു. ചേർക്കുരുവും എള്ളും കൂടി അപ്രകാരം പൊടിച്ച് സേവിക്കുന്നതും കുഷ്ഠരോഗത്തെയും അർശസിനെയും ശമിപ്പിക്കുന്നതാണ്. എള്ള്, ചേർക്കുരു, കടുക്ക ഇവ പൊടിച്ച് സമം ശർക്കര ചേർത്ത് സേവിച്ചാൽ അർശസും ശ്വാസകാസങ്ങളും പ്ലീഹയും പാണ്ഡുവും ജ്വരവും ശമിക്കുന്നതാണ്. പാണ്ഡു എന്ന് പറഞ്ഞാൽ അനീമിയ, അതായത് രക്തക്കുറവ്. അടുത്തത് കാട്ടുചേന മണ്ണ് അരച്ചു പൊതിഞ്ഞ് പുടവാക വിധിപ്രകാരം തീയിൽ വേവിച്ചെടുത്ത് എണ്ണയും ഇന്ദുപ്പും ചേർത്ത് സേവിക്കുന്നതും എല്ലാവിധ അർശസിനെയും ശമിപ്പിക്കുന്നതാണ്. പുടപാക വിധി നേരത്തെ ഉള്ള വോയിസിൽ പറഞ്ഞിട്ടുണ്ട്. ചുക്ക്, ചേർക്കുരു, മറികുന്നി, ശർക്കര ഇവ കൊണ്ട് മോദകമുണ്ടാക്കി സേവിക്കുക. വർദ്ധിച്ചിരിക്കുന്ന എല്ലാ അർശരോഗത്തെയും ശമിപ്പിക്കും. വൃദ്ധനെ യുവാവാക്കി ചെയ്യുകയും ചെയ്യും. അടുത്തത് കോലരക്ക്, മരമഞ്ഞൾ തൊലി, മഞ്ചട്ടി, ഇരട്ടി മധുരം, കരിങ്കോവളക്കിഴങ്ങ് ഇവ സമം ആട്ടിൻ പാലിൽ അരച്ചു കലക്കി സേവിക്കുക. രക്താർശസ് ശമിക്കുന്നതാണ്. അടുത്തത് പറയുന്നത് വെണ്ണ, നെയ്യും എള്ളും കൂടി സേവിക്കുന്നതും, നാഗപ്പൂവും വെണ്ണയും നെയ്യും ശർക്കരയും കൂടി സേവിക്കുന്നതും ഇവയെല്ലാം കൂടി തൈർവെള്ളത്തിൽ സേവിക്കുന്നതും രക്താർശസിനെ ശമിപ്പിക്കുന്നതാകുന്നു. ചിറ്റരത്ത, വെളുത്താമണക്കിൻ വേര്, ഇരട്ടി മധുരം, ദേവതാരം, യവം ഇവ പൊടിച്ച് കൂടെ ഉപനാഹ സ്വേദത്തെ ചെയ്യുക. എല്ലാവിധത്തിലുള്ള അർശസിനെയും വേദനയെയും ശമിപ്പിക്കുന്നതാകുന്നു. നെന്മേനിവാകക്കുരു, ചവർക്കാരം, തുവർച്ചിലക്കാരം, മേന്തോന്നിക്കിഴങ്ങ്, ഇന്ദുപ്പ്, വയമ്പ് ഇവ സമം കള്ളിപ്പാല നീരിൽ അരച്ച് പശുവിൻ്റെ പിത്തം കൂടി യോജിപ്പിച്ച് 7 ദിവസം രാത്രിയിൽ അർശസിൽ ലേപനം ചെയ്യുക. എല്ലാ അർശസിനെയും ശമിപ്പിക്കുന്നതാണ്. അടുത്തായി പറയുന്നത് അർശസിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ബാഹുശാലഗുളം എന്ന ഒരു ലേഹ്യത്തെ പറ്റിയാണ്. ത്രിവൃത്തേജോവതീദന്തീശ്വദംഷ്ട്രാചിത്രകം ഷഠി എന്ന് തുടങ്ങുന്ന ഒരു ശ്ലോകമാണ്. അതായത് തൃകോൽപ്പക്കൊന്ന, ചെറുപുന്നയരി, നാഗദന്തിവേര്, നായ്ക്കുരുണയരി, കൊടുവേലിക്കിഴങ്ങ് എന്ന് തുടങ്ങുന്ന ഈ മരുന്നുകളെല്ലാം 2 ഫലവും പിന്നെ അതിൽ പൊടിക്കാനുള്ള കുറേ മരുന്നുകളുണ്ട്. ഇവയെല്ലാം കൂടി ലേഹ്യ രൂപത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ട് ഒരു മാത്ര നിശ്ചയിച്ച് സേവിക്കുകയും ഔഷധം ദഹിച്ചു കഴിഞ്ഞാൽ പാലും മാംസരസവും കൂട്ടി ഭക്ഷണം കഴിക്കുകയും ചെയ്യുക. 5 വിധത്തിലുള്ള ഗുൽമവും പ്രമേഹവും പാണ്ഡുരോഗവും ഹലീമകവും എല്ലാവിധത്തിലുള്ള അർശസും ഉദരവും അഗ്നിമാന്ദ്യവും രാജേക്ഷ്മാവും പീനസവും പ്രതിശ്യായവും ആഢ്യവാദവും ശമിക്കും. ഈ ശ്രേഷ്ഠമായ ലേഹ്യം എല്ലാ രോഗങ്ങൾക്കും ശുഭപ്രദമായിട്ടുള്ളതാകുന്നു. അർശോരോഗം ക്ഷണേന ശമിക്കുകയും ചെയ്യും. ഈ ഔഷധത്തെ മുടങ്ങാതെ സേവിക്കുന്നവൻ 100 വർഷം രോഗമില്ലാത്തവനായി ദീർഘായുഷ്മാനായി ഭവിക്കും എന്നാണ് പറയുന്നത്. വാർദ്ധക്യ ലക്ഷണങ്ങളായി ശരീരത്തിങ്കിൽ ഉണ്ടാകുന്ന തൊലി ചുളിച്ചിലും നരയും ശമിക്കും. ബുദ്ധിക്ക് പ്രസരിപ്പുണ്ടാകും. ഈ ബാഹുശാലഗുളം അർശോരോഗത്തിൻ്റെ ശത്രുവെന്ന് പ്രസിദ്ധപ്പെടുന്നതാകുന്നു. അടുത്തായി പറയുന്ന കാങ്കായന മോദകം എന്ന ഒരു പ്രധാനമായ ഔഷധത്തെ പറ്റിയാണ്. അതിൽ കടുക്കാത്തോട്, ജീരകം, കുരുമുളക്, ചെറുതിപ്പലി ഇങ്ങനെ പറയുന്ന കുറേ മരുന്നുകൾ ചേർത്ത് മോദകമുണ്ടാക്കി ദിവസം തോറും രാവിലെ 3 കഴഞ്ച് വീതം സേവിച്ച് പുളിച്ച മോര് അനുപാനമായി ഉപയോഗിക്കുക. ജഠരാഗ്നിക്കു ക്ഷണത്തിൽ ബലമുണ്ടാകും. ഗ്രഹണിയും പാണ്ഡുരോഗവും ശമിക്കും. ശസ്ത്രം, ക്ഷാരം, അഗ്നി ഇതുകൾ കൂടാതെ അർശരോഗത്തെ ശമിപ്പിക്കുന്നതിന് ഈ വടകം കാങ്കായനമുനി തൻ്റെ ശിഷ്യന്മാർക്ക് ഉപദേശിച്ചിട്ടുള്ളതാകുന്നു. ഇനി അരിഷ്ടത്തെയാണ് പറയുന്നത്. ദന്തി അരിഷ്ടം നെല്ലിക്ക, തന്നിക്ക, കടുക്ക, കുമ്പിൾവേര്, കൂവളവേര് തുടങ്ങിയ കുറേ മരുന്നുകൾ ചേർത്ത് ഉണ്ടാക്കുന്ന ഈ അരിഷ്ടം അർശസും കൃമിരോഗവും ഉദാവർത്തവും ഗ്രഹണിയും പാണ്ഡുരോഗവും ശമിപ്പിക്കുന്നതാണ്. ഇനി പറയുന്നത് ഒരു കല്യാണ ലവണം എന്നതാണ്.
ചേർക്കുരു, ത്രിഫലത്തോട്, നാഗദന്തിവേര്, കൊടുവേലിക്കിഴങ്ങ് ഇവ ഓരോ ഫലം, ഇന്ദുപ്പ് 2 ഫലം എല്ലാം കൂടി ഒരു പുതിയ കുടത്തിലിട്ട് അടച്ച് ചാണകവറളി കൊണ്ട് തീയിട്ട് പാകപ്പെടുത്തി ക്ഷാരമാക്കി എടുത്ത് സേവിക്കുക. ഈ കല്യാണക ലവണം അർശോരോഗികൾക്ക് ഫലപ്രദമായ ഒരു ഔഷധമാകുന്നു. കരിങ്ങാലി കാതലും വേങ്ങക്കാതലും സർവ്വവിധമായ കുഷ്ഠരോഗത്തെയും എങ്ങനെ ശമിപ്പിക്കുന്നുവോ അപ്രകാരം കുടകപ്പാലയും ചേർക്കുരുവും എല്ലാ അർശസ്സുകളെയും ശമിപ്പിക്കുന്നതാണ്. കരിങ്ങാലിയും വേങ്ങയും എല്ലാ കുഷ്ഠരോഗങ്ങൾക്കും പ്രധാനമായ ഒരു ഔഷധമാണ്. അതുപോലെ തന്നെ കുടകപ്പാലയും ചേർക്കൂരും അർശരോഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഔഷധങ്ങളാണെന്നാണ് പറയുന്നത്. മരമഞ്ഞൾ തൊലി കൊണ്ട് 16 വിധത്തിലുള്ള പ്രമേഹങ്ങളും ശമിപ്പിക്കുന്നത് പോലെ ക്ഷാരം കൊണ്ടും അഗ്നി കൊണ്ടും വർദ്ധിച്ചിരിക്കുന്ന എല്ലാ അർശസ്സുകളും ശമിക്കുന്നതാണ്. ജഠരാഗ്നിക്ക് ബലത്തെ ഉണ്ടാക്കുന്ന ഘൃതവും അതായത് നെയ്യും അയസ്കൃതിയും മദ്യവും ആസവും ദോഷകോപത്തെ നോക്കി പ്രയോഗിച്ചു കൊള്ളേണ്ടതാണ്. അർശോരോഗികൾ വാതവിൺമൂത്രാദികളായ വേഗങ്ങളുടെ നിരോധത്തെയും വളരെ ഉറച്ച സ്ഥലത്ത് എപ്പോഴും പൃഷ്ഠം ഉറപ്പിച്ചിട്ടുള്ള ഇരിപ്പിനെയും ദോഷകോപത്തെ ചെയ്യുന്നതായ ആഹാരങ്ങളുടെ ഉപയോഗം മുതലായവയും വർജിക്കേണ്ടതാണ്. ഇത്രയുമാണ് അർശരോഗത്തെപ്പറ്റി പറയുന്നത്. ഇനി ഇതിൽ പ്രയോഗിക്കാവുന്ന യോഗകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അർശസ്സിന് ദീർഘനേരം സർവാംഗാസനവും ശശാങ്കാസനം, അപാനവായുമുദ്ര, അശ്വനി മുദ്ര, മൂലബന്ധം, യോഗനിദ്ര എന്നിവയും ഗുണം ചെയ്യും. മൂലാധാര ചക്രത്തിലും സ്വാധിഷ്ഠാന ചക്രയിലും ജീവശക്തി നൽകണം. ഇത്രയുമാണ് ഈ അധ്യായത്തെപ്പറ്റി പറയാനുള്ളത്. അർശരോഗാധികാരം കഴിഞ്ഞു. അടുത്തത് ഇനി 6-ാമത്തെ അധ്യായമാണ് അജീർണാധികാരം എന്നത് അടുത്ത വോയിസിൽ പറയാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.